ഹലോ ഗൈസ്, റെജീസ് വേൾഡിലേക്ക് സ്വാഗതം. മാങ്ങ അച്ചാറിടാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മാങ്ങ അച്ചാറാണ്. ഞാൻ അതിനായിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. മാങ്ങ നീളത്തിന് അരിഞ്ഞതാണ്. അരിഞ്ഞ് കായപ്പൊടിയും ഉപ്പും എല്ലാം വരവി വെച്ച് ഉപ്പ് ചാറ് അലിഞ്ഞിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കായപ്പൊടി ഞാൻ കുറേ ഇട്ടായിരുന്നു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ചതയ്ക്കണില്ല, ഇങ്ങനെ തന്നെ ഇടുന്നത്. അപ്പം ഇഞ്ചി, പച്ചമുളക് ഒരു 3-4 എണ്ണം കീറി അതിനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ എന്താണ്, കടുക് വറുക്കാനുള്ള കടുക്, എണ്ണ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പോഴും നമുക്ക് എന്തോ ചെയ്യാം, മാങ്ങ അച്ചാറിടാൻ തുടങ്ങാം. അങ്ങനെ ചട്ടി ഒന്ന് ചൂടാവട്ടെ. ഞാൻ നല്ലെണ്ണ അല്ല കേട്ടോ, വെളിച്ചെണ്ണയിലാണ് അച്ചാറിടുന്നത്. എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നാ കടുക് പൊട്ടിക്കോ. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പം ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ടേക്കാണ്. ഇഞ്ചി, പച്ചമുളക്, അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടെ ഇടാം. ഇച്ചിരി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഈ വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഭയങ്കരമായിട്ട് മൂക്കണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോകും. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒരുവിധം ഇതായി വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് മൂക്കണ്ട. ഇങ്ങനെ ആകുമ്പോൾ ഇതാണൊരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരപ്പിട്ട് എല്ലാം റെഡിയായി വരുമ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഞാൻ ശകലം മഞ്ഞൾപ്പൊടി ഇടും. അത് എൻ്റെ മനസ്സിനൊരു സന്തോഷം വരണമെങ്കിൽ ശകലം മഞ്ഞൾപ്പൊടിയൊക്കെ ഇടണം. മുളക് പൊടി ഇട്ട് കൊടുക്കുക. തീ നന്നായി കുറച്ച് വെച്ചെങ്കിലും ഇതിൽ ഈ തീ കൂടിയേ ഇരിക്കൂ. എനിക്ക് എരി വേണം, അത് എൻ്റെ ഒരിതാണ്. മാങ്ങ അച്ചാർ വെച്ചാൽ എനിക്ക് എരി വേണം. ചെറിയ സ്പൂണാണ്, അതിൽ ഈ പരനൊന്നും കയറി വരുന്നില്ല. നോക്കട്ടെ, ഇളക്കി നോക്കട്ടെ. മാങ്ങ അച്ചാറിന് എരിയില്ലെങ്കിൽ അതിൻ്റെ ഒരു രസമേ പോകും. അപ്പോൾ കുറച്ച് കൂടി വേണം. ചൂടിയിട്ട് കൊടുക്കാം. അവരൊരാവശ്യത്തിനനുസരിച്ച് എരി ചേർത്ത് കൊടുക്കാം. എനിക്ക് എരി വേണം. ഇതൊന്ന് പച്ച ചുവ മാറുന്നത് വരെ, ഇത്തിരി ഒന്ന് കളറ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 19-ാം തീയതി ഹൈക്കോടതിയിൽ ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് അവിടെ പോകുമ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ആൾ പോകണം. പിന്നെ മഴക്കോളും ഉണ്ട്. കുട കൊണ്ട് പോകാൻ പറഞ്ഞ് അങ്ങനെ കുടയും കൂടെ എടുത്തുകൊണ്ട് പോയി. ആളിന് വെയിൽ കൊണ്ടുകൂടാ. വെയിൽ കൊള്ളുമ്പോൾ തലവേദന ഉണ്ടാകും, മൈഗ്രെയിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ രാവിലെ പോയേക്കാണ്. അങ്ങെത്തിയെന്നും പറഞ്ഞ് വിളിച്ചു മേടിച്ചുകൊണ്ട് പെട്ടെന്ന് വരാം ഉമ്മ എന്ന് പറഞ്ഞിട്ട് പോയി. ഇത് ശരിയായിട്ടുണ്ട്. അപ്പം ഞാൻ ക്യാമറ ഇവിടെ വെച്ചതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ മാങ്ങ ഇടാൻ പോവേണ്. കണ്ടല്ലോ, ആദ്യം ഞാൻ മാങ്ങ ഇട്ട് കൊടുക്കൂല. ഈ അരപ്പിലോട്ട് ഈ മാങ്ങയുടെ ചാറും ഈ ഉപ്പും കായപ്പൊടിയും എല്ലാം കൂടി പിടിച്ചിരിക്കുന്ന കാണ്ടാകാം. ഇങ്ങനെ ചാറ് വന്നിരിക്കും. ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് അമർത്തിയിട്ട് ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കും. ഉപ്പ് ചാറും കായപ്പൊടി എല്ലാം കൂടെ അതിലോട്ട് അലിഞ്ഞു വന്നിരുന്നതെല്ലാം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അനന്ന് വരട്ടെ. മാങ്ങ ഇട്ട് കൊടുക്കുകയാണ് ഈ അരപ്പിലോട്ട്. കുറച്ചുകൂടെ കായപ്പൊടി ഇടണം കേട്ടോ. കായപ്പൊടി നമുക്ക് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഇതെനിക്ക് അരപ്പ് കറക്റ്റാണ്. ഇനി കുറച്ചുണ്ടാവല്ല അവിടെ. ഈ പുളിപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ മാങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചു വിടാം. അപ്പോഴാ ഒരു പുളിപ്പും ഒരു മധുരവും എല്ലാം ഉണ്ടാകുമ്പോൾ പൊള്ളിയാണ്.
ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുമില്ല, ഇതെല്ലാം കഴിഞ്ഞു, അടിപൊളിയായി. ഇപ്പം നമ്മുടെ അച്ചാർ കാണാം. ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ്. എന്ത് നല്ല ഭംഗി നോക്കിയാൽ നമ്മുടെ അച്ചാർ. വേണ്ട, അടിപൊളി. ഇപ്പം കടുമുടായിരിക്കണം. ഉപ്പും ഇനി ഇതിലിരുന്ന് ശർക്കരയുടെ മധുരം എല്ലാം കൂടെ പിടിച്ചിരുന്ന് പഴവുമ്പം അടിപൊളിയാണ്. അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, ടാറ്റാ.